നമ്മളെ ഇന്നൊരു വെറൈറ്റി സ്പോട്ടിലേക്കാട്ടോ പോകുന്നത്. പൊളി സ്പോട്ടാണ്, മിസ് ചെയ്യാതെ കണ്ടോളണേ. ഈ ചീവീടുകളുടെ ശബ്ദവും ആ പാറക്കെട്ടുകളും വളർന്നു നിൽക്കുന്ന പുല്ലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് ദുർഘടമാണ്, നടന്ന് പോണട്ടോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. സോളോ റൈഡ് എന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടേ ഒരു ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഒന്നും ആരും കാണാനില്ല. ഒരു നല്ല മോർണിംഗ് ടൈം ആയതുകൊണ്ടാണ് ആളില്ലാത്തത്. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നിറയെ ആളുകളാവും കേട്ടോ. അതെന്താ ഉച്ച സമയത്ത് എന്നല്ലേ? ഉച്ച സമയത്താണ് ചൂട് കൂടുക, അപ്പോഴാണ് വെള്ളത്തിൽ വന്ന് മുങ്ങി കിടക്കാൻ തോന്നുക. സത്യം പറയാലോ, പേടി തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുങ്ങനെ അല്ലേ. വല്ല പുലിയോ ആനയോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിലൂടെ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. നടന്ന് സത്യം പറഞ്ഞാൽ അണയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും ഞാൻ ശ്വാസം വലിച്ചു വിടുന്നതിൻ്റെ സൗണ്ട്. ഈശ്വര, റോഡ് തീർന്നിട്ടില്ല തോന്നുന്നു അല്ലേ? വഴി തെറ്റിയോ? ഇതിലേ അല്ലേ വരേണ്ടത്? സത്യം പറഞ്ഞാൽ ഞാൻ മുൻപ് എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1-2 തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഏത് തന്നെയാണ് അങ്ങോട്ട് കയറിപ്പോയതെന്ന് സത്യം പറഞ്ഞാലേ ഇപ്പം ഈ കാടും ഇതൊക്കെ ആയതുകൊണ്ടേ മറന്നു പോവാണ്. ഓരോ തവണ വരുമ്പോഴും ചിലപ്പോൾ വഴി വേറെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നണം കേട്ടോ. ഇനി ഇത് കാണുന്ന ആളുകൾ ഇന്നെ പൊങ്കാലിടാനൊന്നും വരരുതേ. നാട്ടിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. കരുവാരക്കുണ്ടിന് സ്വദേശിയായി എനിക്കിത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. മദാരിക്കുണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയുന്നവർക്കെല്ലാം അറിയണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മളതിൻ്റെ അടുത്തെത്തി. ഈശ്വര, വഴി തെറ്റിയാ? അയ്യോ, ശ്വാസം കിട്ടുന്നില്ല. നടന്നേ സത്യം പറഞ്ഞാൽ കുഴങ്ങി. ഇങ്ങോട്ടൊക്കെ പോരുമ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് പോന്നാൽ വലിയ വൈബൊന്നും കിട്ടില്ല. ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒറ്റയ്ക്ക് പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിപ്പോയി. സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചെങ്കിലും ഇങ്ങനൊരു കാഴ്ചയിലേക്ക് നമ്മൾ വന്നിങ്ങനെ എത്തുമ്പോൾ ആ ഒരു കിട്ടുന്ന ഒരു വൈബ്, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്, അതൊരു വേറെ അനുഭവമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആ ഒരു കാഴ്ച മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഒരു കാഴ്ചയിലേക്ക് എത്തിപ്പെടുമ്പോഴുള്ള ഒരു അനുഭവം, ഒരു അനുഭൂതി, അത് വേറൊരു ലെവലാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് വേർത്ത് കുളിച്ച്. കാരണം മെയ് മാസത്തിലെ ഒരു സൺഡേ ആണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആലോചിക്കണം, നല്ല ചൂട്ട് പഴുത്ത് നിൽക്കുന്ന സമയം. രാവിലെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടുള്ള സമയം. പക്ഷെ നമ്മൾ കാണാൻ വന്ന സ്വർഗം ഇതാണോ? ഇതല്ല. വെയിറ്റ് ആൻഡ് സീ. സ്വർഗം. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ സ്വർഗം. ശരിക്കും സ്വർഗമല്ലേ? ഈ ഇത്രയും കഠിനമായ വേനലിലും കഠിനമായ ചൂടിലും ഇത്രയും അധികം വെള്ളം അല്ലേ? എത്രത്തോളം വെള്ളമുണ്ട്? നമുക്ക് മുങ്ങി കിടക്കാം. നമ്മളൊരാൾ മുങ്ങുന്ന അത്രയും, അതിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും തണുപ്പുള്ള വെള്ളം. എന്ത് തണുപ്പറിയോ? നിങ്ങൾ ആ കാലൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ ഒന്ന് അനുഭവിക്കണം മോനെ. ഏറിട്ട അനുഭവം തന്നെയാണ്. നല്ല കൂളിംഗ് ആണ്, നല്ല സുന്ദരമായ പ്രകൃതി.
പാറക്കെട്ടുകൾ. പിന്നെ ഈ പാറയുടെ മുകളിലായിട്ടൊരു മരം ഉണ്ട് കേട്ടോ. അത് വേറെ ലെവൽ ഫീലാണ്. നല്ല ശരിക്കും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലി ആയിട്ട് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല, കാരണം കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നല്ല കെയർ കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളായിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഇതിൻ്റെ ഇടയിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ കരുവാരകുണ്ടിലാണ് ഈ സ്ഥലമുള്ളത്. കരുവാരകുണ്ടിൽ എവിടെയാണ്, കേരള പാന്ത്ര ഒക്കെ കഴിഞ്ഞ് ബസ് തിരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോന്നാൽ മദാരിക്കുണ്ടിലെത്താം. മദാരിക്കുണ്ടിലെത്തിക്കഴിഞ്ഞാലോ റിഫ്രഷായി മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് നല്ല തണുപ്പിച്ച് സെറ്റായി നമുക്ക് ഇറങ്ങി തിരിച്ചു പോകാം. അപ്പോൾ അടിപൊളി സ്പോട്ടാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്പോട്ടുകൾ കരുവാരകുണ്ടിലുണ്ട് കേട്ടോ. കരുവാരകുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിലെ സ്വർഗ്ഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗം. പിന്നെ കേരളകുണ്ടുണ്ട്, പിന്നെ ബറോഡ വാട്ടർഫാൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇത് അവിടോട്ട് പോകുമ്പോൾ കാണുന്ന ചെറിയ ഒരു പാലത്തുണ്ട്. ആ പാലത്തിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചയും കൂടി അങ്ങോട്ട് പോണ വഴിക്കും ഒരുപാട് നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഒരു കമ്പിപ്പാലം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു കമ്പിപ്പാലുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള പുഴയൊക്കെ നമുക്ക് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭൂതി നൽകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കരുവാരകുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെയും ഒരുപാട് റിസോർട്ടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേരളാകുണ്ട ഭാഗത്തൊക്കെ ഒരുപാട് റിസോർട്ടുകൾ, അതേപോലെ ഒരു ബംഗ്ലാവ് ഒക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാൻ. അപ്പോൾ സ്റ്റേ ചെയ്യാനും കരുവാരകുണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ നേരെ പോന്നോളൂ കരുവാരകുണ്ടിലേക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലെ സുന്ദരമായ കരുവാരകുണ്ടിനെ കാണാനും അറിയാനും എൻ്റെ കൂടെ കൂടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.